നമ്മളെടുക്കുന്ന കുഞ്ഞു കുഞ്ഞു എഫേർട്സിന് അപ്രിസിയേഷൻ കിട്ടുമ്പം നമുക്ക് ഭയങ്കര മോട്ടിവേഷൻ ആയിരിക്കും അല്ലേ? അങ്ങനെ ഒരു മോട്ടിവേഷൻ്റെ ഭാഗമായിട്ടാണ് കേട്ടോ ഇനിയൊരു വീഡിയോ ചെയ്യില്ലായിരിക്കും എന്ന് കരുതിയിട്ടും വീണ്ടും ഒരു കുഞ്ഞു വീഡിയോ ആയിട്ട് വന്നത്. ഇന്നലെ ഞാൻ അപ്ലോഡ് ചെയ്ത എൻ്റെ ഒരു ഇംപെർഫെക്റ്റ് വീഡിയോയ്ക്ക് എനിക്ക് കിട്ടിയ കുറച്ച് നല്ല മെസ്സേജസ് അതിനൊത്തിരി ഹാപ്പിയാക്കി. ഞാൻ ഇന്നലെ മോർണിംഗ് ഒരു 12:30 വീഡിയോ എൻ്റെ യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നത്. വളരെ കുറച്ച് ആളുകൾ മാത്രം കണ്ടിട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ. ഈ മൊമെൻറ്റിൽ വരെ അതൊരു 500 ബിലോ വ്യൂവേഴ്സ് മാത്രമേ അതിന് കിട്ടിയിട്ടുള്ളൂ. പക്ഷേ അതിൽ നിന്ന് തന്നെ കുറച്ച് ശതമാനം ആളുകൾ, എൻ്റെ കുറച്ച് നല്ല സുഹൃത്തുക്കൾ എനിക്ക് കുറേ മെസ്സേജ് അയച്ചു. ഞാൻ എടുത്ത ആ കുഞ്ഞ് എഫേർട്സിനെ അപ്രിഷ്യേറ്റ് ചെയ്തുകൊണ്ട് അവർ കുറേ സംസാരിച്ചു. ഞാൻ എപ്പോഴോ കീപ്പ് ഇൻ ടച്ച് ആയിരുന്നിട്ടുള്ള, പക്ഷേ എപ്പോഴോ എൻ്റെ പേഴ്സണൽ ലൈഫിൽ അല്ലെങ്കിൽ അവരുടെ പേഴ്സണൽ ലൈഫിൽ, പ്രൊഫഷണൽ ലൈഫിലൊക്കെ ബിസിയായി പോയത് കാരണം ആ ഒരു കണക്ഷൻ മിസ്സായി പോയിട്ട് പോലും ഈ വീഡിയോ മൂലം എനിക്ക് അവരോട് കുറേ നേരം സംസാരിക്കാൻ പറ്റി. എനിക്ക് വീണ്ടും പഴയ പോലെ കീപ്പ് ഇൻ ടച്ച് ആവാൻ പറ്റി. ഒരുപാട് നാളുകൾക്ക് ശേഷം ഞാൻ 2-3 hours എൻ്റെ ഫ്രണ്ട്സിനോട് കണ്ടിന്യൂസ് സംസാരിച്ചു. ഞാൻ ഒരേപോലെ ഇൻസ്റ്റാഗ്രാമിലും വാട്സപ്പിലും ഒക്കെ ഞാൻ ബിസിയായി. ഐ വാസ് സോ ഹാപ്പി യെസ്റ്റർഡേ. ആ ഒരു വീഡിയോ കാരണം ഞാൻ ഒത്തിരി ഹാപ്പിയാണ്. അതിൽ ഒരു കാര്യം, എൻ്റെ ഭയങ്കര ആഗ്രഹമായിരുന്നു ഓൺ വോയിസിലൊരു വീഡിയോ ചെയ്ത് അപ്ലോഡ് ചെയ്യണമെന്നുള്ളത്. ലെറ്റ് ഇറ്റ് ബി പെർഫെക്റ്റ് ഓർ ഇംപെർഫെക്റ്റ്. ഞാൻ ഭയങ്കര ഹാപ്പി ആയിരുന്നു ആ കാര്യത്തിൽ. ആൻഡ് രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ എനിക്ക് എൻ്റെ ഫ്രണ്ട്സുമായിട്ട് വീണ്ടും പഴയ പോലെ ആ ഒരു വൈബിൽ സംസാരിക്കാൻ പറ്റി എന്നുള്ളതാണ്. സോ അതുകൊണ്ട് തന്നെ ഇന്ന് രാവിലെ ഞാൻ ഭയങ്കര എനർജൈസ്ഡ് ആയിട്ടാണ് കേട്ടോ എഴുന്നേറ്റത്. എനിക്കൊരൊറ്റ ഇൻറ്റൻഷനേ ഉള്ളായിരുന്നു, ഐ വോണ്ട് ടു ഡു എ ഫർദർ വീഡിയോ. കുറച്ചും കൂടി ലെങ്തി ആയിട്ടുള്ള, ഒരുപാട് ലെങ്ത് ഒന്നും ഇല്ലെങ്കിലും ഒരു 7 to 8 minutes ഒക്കെ ലെങ്ത് വരുന്നുള്ള ഒരു വീഡിയോ ചെയ്യണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു. സോ ഐ സ്റ്റാർട്ട് റെക്കോർഡിങ് മൈ ഡെയിലി തിങ്സ്. ഞാൻ എൻ്റെ ഡെയിലി ചെയ്യുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് ഷൂട്ട് ചെയ്ത് അത് തന്നെ ഒരു വീഡിയോ ആക്കാമെന്ന് വിചാരിച്ചു. എൻ്റെ മോർണിംഗ് റുട്ടീൻസ് മാത്രം ഞാൻ എൻ്റെ രാവിലെ, പ്രത്യേകിച്ച് എൻ്റെ ഹോളിഡേയ്സിൽ ഞാൻ ചെയ്യുന്ന ഒരു മോർണിംഗ് വരെയുള്ള കാര്യങ്ങൾ. അപ്പം എൻ്റെ മോർണിംഗിൽ, അതെൻ്റെ ഹോളിഡേ ആയിക്കോട്ടെ, അതെൻ്റെ വർക്കിംഗ് ഡേ ആയിക്കോട്ടെ, എൻ്റെ ഒരു ഡേ മോസ്റ്റ് ഓഫ് ദ ഡേയ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു കട്ടൻ കാപ്പിയിലാണ് കേട്ടോ. ബിക്കോസ് എനിക്കൊരു കട്ടൻ കാപ്പി കുടിച്ചിട്ട് ഒരു ഡേ സ്റ്റാർട്ട് ചെയ്യുമ്പം ഐ റിയലി ഫീൽ സോ എനർജൈസ്ഡ്. എനിക്ക് പേഴ്സണലി അങ്ങനെ തോന്നാറുണ്ട്. സോ അതുകൊണ്ട് തന്നെ കുറച്ച് നാളായിട്ടുള്ള എൻ്റെ ഒരു ശീലമാണ് ഒരു കട്ടൻ കാപ്പിയിൽ ഒരു ഡേ സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളത്. അതായത് ഞാൻ സ്വന്തമായിട്ട് കുക്ക് ചെയ്യാൻ തുടങ്ങിയ ഒരു പീരീഡ് തൊട്ട് എൻ്റെ ഒരു ശീലമാണ് ഒരു കട്ടൻ കാപ്പിയിൽ എൻ്റെ ഡേ സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളത്. പിന്നെ ആസ് ഐ എം വെരി ബിഗിനർ ടു ദിസ് തിങ്, എനിക്കങ്ങനെ വീഡിയോ എടുക്കുന്നതിലും എഡിറ്റ് ചെയ്യുന്നതിലും അത് ഷൂട്ട് ചെയ്യുന്നതിലൊക്കെ ഞാൻ കുറച്ച് ബിഗിനർ ആയിട്ടുള്ള ആളായതുകൊണ്ട് തന്നെ എൻ്റെ ഡെയിലി റുട്ടീൻസ് ഞാൻ ഷൂട്ട് ചെയ്യുമ്പം ഐ വാസ് വെരി ഷുവർ ദാറ്റ് ഞാൻ എന്നും ചെയ്യുന്നതിനെക്കാട്ടിൽ കുറച്ചും കൂടി സമയമെടുക്കും എന്നുള്ളത് എനിക്കറിയാമായിരുന്നു. സോ അതുകൊണ്ട് തന്നെ ഞാൻ ആദ്യം ഡിസൈഡ് ചെയ്തത്, നാളെ മൺഡേ ആണ്, ആസ് എ വർക്കിംഗ് ഡേ. അതുകൊണ്ട് തന്നെ എനിക്ക് എൻ്റെ ജോലി സംബന്ധമായിട്ടുള്ള കുറച്ച് ജോലികൾ ചെയ്തു തീർക്കാനുണ്ടായിരുന്നു. സോ ഈ വീഡിയോയുടെയും എഡിറ്റിങ്ങിൻ്റെ ഒക്കെ പുറകിന് പോകുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ ജോലിയുടെ കാര്യം ഫസ്റ്റ് ഞാനത് സെറ്റിൽ ചെയ്ത് വെക്കാമെന്ന് വിചാരിച്ചു. ബിക്കോസ് നമ്മുടെ ആ ഒരു സൈഡ് സേഫ് ആണെന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് ടെൻഷൻ ഫ്രീ ആയിട്ട് നമുക്ക് ബാക്കിയുള്ള, നമുക്ക് ഇൻട്രസ്റ്റ് ഉള്ള കാര്യങ്ങളിൽ പിന്നെ നമുക്ക് എൻഗേജ്ഡ് ആകാം. പിന്നെ ആസ് ഐ സെഡ്, ഞാൻ ഇതിനകത്തുള്ളൊരു ബിഗിനർ ആയതുകൊണ്ട് തന്നെ ചെറിയ വീഡിയോ ആണെങ്കിൽ പോലും ഇതിൻ്റെ എഡിറ്റിങ്ങിലും മറ്റ് കാര്യങ്ങൾക്കൊക്കെ എനിക്ക് കുറേ സമയം എടുക്കുമെന്നുള്ളത് എനിക്ക് അറിയാമായിരുന്നു. സോ ഫസ്റ്റ് ഞാൻ അതുകൊണ്ട് എൻ്റെ ജോലി ഒക്കെ, എൻ്റെ ജോലി സംബന്ധമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് വെക്കാമെന്ന് വിചാരിച്ചു. സോ ഇത് എനിക്ക് സാറ്റർഡേ സൺഡേ മാത്രം അലോവ്ഡ് ആയിട്ടുള്ള ഒരു വർക്കിംഗ് റൂമാണ്. ബാക്കിയുള്ള ദിവസങ്ങളിലെല്ലാം ഞാൻ എൻ്റെ പേഴ്സണൽ റൂമിലിരുന്നായിരിക്കും വർക്ക് ചെയ്യുന്നത്. എനിക്ക് ഈ റൂം ഭയങ്കര ഇഷ്ടമാണ്. കാരണം ഈ റൂമിന് ഭയങ്കര ഒരു ഓഫീസ് അറ്റ്മോസ്ഫിയർ ആണ്. പിന്നെ എൻ്റെ വർക്ക്സൊക്കെ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞാൻ ആലോചിച്ചിരുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഇഫ് ഐ എം കണ്ടിന്യൂസ് ഡൂയിങ് സം വീഡിയോസ് ഇൻ യൂട്യൂബ്, ഞാൻ എന്ത് തരത്തിലുള്ള കോണ്ടന്റ് ചൂസ് ചെയ്യുമെന്നുള്ളതായിരുന്നു. പിന്നെ ഞാൻ ഓർത്തു, എൻ്റെ പ്രൊഫഷണൽ സൈഡിലും എൻ്റെ ഫാമിലി സൈഡിലും ഒഴികെ ബാക്കി എന്ത് കാര്യങ്ങളിലാണെങ്കിലും ഞാൻ ഭയങ്കര ഇൻകൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള ആളാണ്. തുടക്കത്തിലുള്ള ഒരു ആവേശം എനിക്ക് കാണാറുള്ളൂ. സോ അതുകൊണ്ട് തന്നെ ഇന്ന് ഞാനൊരു വീഡിയോ ചെയ്ത് കഴിഞ്ഞാൽ ഇനി എന്ന് ഞാനൊരു വീഡിയോ ചെയ്യും എന്നുള്ളതിനെക്കുറിച്ച് എനിക്കും കൃത്യമായിട്ടുള്ള ഒരു ധാരണ ഉണ്ടാകാറില്ല. അതുകൊണ്ട് തന്നെ ഞാൻ ഇങ്ങനെയുള്ള കാര്യത്തിൽ ഇൻകൺസിസ്റ്റൻ്റ് ആയതുകൊണ്ട് തന്നെ വെറുതെ എന്ത് കോണ്ടന്റ് ചെയ്യും എന്ന് ആലോചിച്ച് സമയം കളയുന്നതിൽ ഒരു കാര്യമുണ്ട് എന്ന് എനിക്ക് തോന്നിയില്ല. സോ ഐ തോട്ട് ഓഫ് ഗോയിങ് ടു മൈ മോർണിംഗ് പ്രിപ്പറേഷൻ. എൻ്റെ ഡെയിലി അല്ലെങ്കിൽ എൻ്റെ
മോർണിംഗ് എൻ്റെ പേഴ്സണൽ കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെയുള്ള എൻ്റെ കാര്യം എന്ന് പറയുന്നത് ഇറ്റ്സ് ബ്രേക്ക്ഫാസ്റ്റ് പ്രിപ്പറേഷൻ ആണ്. സോ ഫാർ ആസ് ഞാൻ എന്നെ മനസ്സിലാക്കിയെടുത്തോളം എനിക്ക് 3 കാര്യങ്ങളാണ് എന്നെ ഏറ്റവും കൂടുതൽ കംഫർട്ടബിൾ ആക്കുന്നത്. അതിൽ ഫസ്റ്റ് കാര്യം എന്ന് പറയുന്നത് എനിക്ക് ടു സ്പെൻഡ് ടൈം വിത്ത് മൈ ഫാമിലി. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് സ്പീക്കിംഗ്. ഈ സ്പീക്കിങ്ങിനോട് എനിക്ക് എപ്പോഴാണ് ഇഷ്ടം തോന്നി തുടങ്ങിയതെന്ന് എനിക്കറിയില്ല കേട്ടോ. എപ്പോഴും മെയിൻ ടൈം ഞാൻ മനസ്സിലാക്കിയൊരു കാര്യമാണ്, ഐ വാസ് വെരി കോൺഫിഡൻറ്റ് ടു സ്പീക്ക് ബിഫോർ എ ഗ്രൂപ്പ്. എനിക്കറിയാത്ത കുറച്ച് ആളുകൾക്കിടയിലാണെങ്കിൽ പോലും എനിക്ക് അവിടെ നിന്നൊരു പബ്ലിക് സ്പീക്കിംഗ് ഒക്കെ ചെയ്യാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എന്ന് ഞാൻ എപ്പോഴും ആണ് മനസ്സിലാക്കി തുടങ്ങിയത്. പിന്നെ ആ ഒരു പബ്ലിക് സ്പീക്കിങ്ങിലൊക്കെ ഞാൻ ഭയങ്കര സാറ്റിസ്ഫൈഡ് ആകും, ഞാൻ ഭയങ്കര കംഫർട്ടബിൾ ആവുകയും ഹാപ്പി ആവുകയൊക്കെ ചെയ്യും കേട്ടോ. മൂന്നാമത്തെ കാര്യം ഇറ്റ്സ് കുക്കിംഗ്. കുക്കിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഏതെങ്കിലും ഒരു ദിവസം എൻ്റെ കിച്ചണിൽ കയറി എന്തെങ്കിലുമൊക്കെ അടിപൊളിയായിട്ട് ഉണ്ടാക്കിയില്ല എന്നുണ്ടെങ്കിൽ എനിക്ക് ഭയങ്കര മൂഡ് ഓഫ് ആണ്. ഡിഫറൻസ് ആയിക്കോ അല്ലേ? സോ അതുകൊണ്ട് കുക്കിംഗ് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെ ലെറ്റ് ഇറ്റ് ബി എ വർക്കിംഗ് ഡേ ഓർ ലെറ്റ് ഇറ്റ് ബി എ ഹോളിഡേ, ഞാൻ അത്യാവശ്യം ഹെവി ആയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ ഡെയിലി ഇവിടെ ഉണ്ടാക്കാറുണ്ട്. സോ ഇന്നൊരു ഹോളിഡേ ആയതുകൊണ്ട് തന്നെ ഞാൻ ബ്രേക്ക്ഫാസ്റ്റിന് ചൂസ് ചെയ്തത് ഇടിയപ്പവും മുട്ടക്കറിയാണ്. സോ ഇടിയപ്പത്തിൻ്റെ കൂടെ എനിക്ക് ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു സൈഡ് ഡിഷ് അല്ലെങ്കിൽ കറി എന്ന് പറയുന്നത് ഇറ്റ്സ് ഓൾവേസ് മുട്ടക്കറി. ഞാനങ്ങനെ ഭയങ്കര അടിപൊളി ഷെഫൊന്നുമല്ല കേട്ടോ, പക്ഷേ ആസ് എ സെറ്റ് ബിഫോർ എനിക്ക് കുക്കിംഗ് എന്ന് പറയുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. ഞാൻ ഒരുപാട് എൻജോയ് ചെയ്യുന്ന കാര്യമാണ്. എനിക്ക് എന്തെങ്കിലും മൂഡ് ഓഫ് ഉണ്ടെങ്കിൽ ഞാൻ എന്തെങ്കിലുമൊക്കെ എൻ്റെ കിച്ചണിൽ വന്ന് അടിപൊളിയായിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോൾ ഞാൻ ഭയങ്കര ഹാപ്പി ആവാറുണ്ട്. സോ അതുകൊണ്ട് തന്നെ ഐ ലവ് ഡൂയിങ് ദിസ് കൈൻഡ് ഓഫ് സ്റ്റാഫ്സ് ഇൻ മൈ കിച്ചൺ. പിന്നെ ഇടിയപ്പം ആയതുകൊണ്ട് തന്നെ എൻ്റെ ആരോഗ്യത്തിന് അനുസരിച്ച് അല്ലെങ്കിൽ എൻ്റെ ആരോഗ്യത്തിൽ ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ളതുപോലെ ഞാൻ ഇടിയപ്പം ഒക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. സോ എനിക്ക് കുക്ക് ചെയ്യുമ്പം എനിക്ക് ഇപ്പോഴും തോന്നുന്ന ഒരു കാര്യം, ചിലപ്പം എൻ്റെ മാത്രം കാര്യമായിരിക്കത്തില്ല, കുക്കിംഗ് ചെയ്യുന്ന പല ആളുകൾക്കും തോന്നിയിട്ടുള്ളൊരു കാര്യമായിരിക്കും, നമ്മൾ ഡിഷസൊക്കെ ഉണ്ടാക്കിയിട്ട് അത് നമ്മൾ തന്നെ കഴിക്കുമ്പം കിട്ടുന്നതിനെക്കാട്ടിലും നമുക്ക് ഏറ്റവും കൂടുതൽ സന്തോഷവും അല്ലെങ്കിൽ നമുക്ക് ഏറ്റവും കൂടുതൽ സാറ്റിസ്ഫാക്ഷനും ഒക്കെ കിട്ടുന്നത് അത് നമുക്ക് ഇഷ്ടമുള്ള ആളുകൾക്ക് ഇങ്ങനെ സെർവ് ചെയ്ത് കൊടുക്കുമ്പോഴായിരിക്കും അല്ലേ? നമ്മളത് ഇഷ്ടത്തോടെ നമ്മൾ രുചിയോടെ ഉണ്ടാക്കിയ ഭക്ഷണം നമ്മളെ ഇഷ്ടത്തോടു കൂടി നമുക്ക് ഇഷ്ടമുള്ള ആളുകൾക്ക് കൊടുക്കുമ്പോഴായിരിക്കും ആ ഒരു ഡിഷിന് ഏറ്റവും കൂടുതൽ ടേസ്റ്റ് ആവുന്നത്, അത് ഉണ്ടാക്കിയ ആളുകൾ കംഫർട്ടബിൾ ആകുന്നതും. സോ ഇത്രേ ഉള്ളൂ കേട്ടോ എൻ്റെ ഒരു മോർണിംഗ് റുട്ടീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ എൻ്റെ പേഴ്സണൽ ടൈമാണ്, എൻ്റെ മീ ടൈമാണ്. എന്തെങ്കിലും സ്നാക്സ് ഒക്കെ ഉണ്ടെങ്കിൽ അത് കഴിക്കുക, അല്ലെങ്കിൽ ഇങ്ങനെ ഫോണിലൊക്കെ നോക്കിയിരിക്കുക. ഇന്ന് എനിക്ക് കുറച്ച് ഐസ്ക്രീം കിട്ടി. സോ ഞാൻ ഐസ്ക്രീമൊക്കെ എൻജോയ് ചെയ്ത് കുറച്ച് നേരം എൻ്റെ പേഴ്സണൽ ടൈമിലൊക്കെ എൻജോയ് ചെയ്ത് മെല്ലെ ഞാൻ എൻ്റെ ലഞ്ച് പ്രിപ്പറേഷനിലേക്ക് പോകും. സോ ഇത്രയേ ഉള്ളൂ കേട്ടോ എൻ്റെ വീഡിയോ, എൻ്റെ മോർണിംഗ് വീഡിയോ. സോ ഞാൻ വിചാരിക്കുന്നു ഐ ക്യാൻ ഡു ഫർദർ വീഡിയോസ് എന്ന്, ബട്ട് ഐ എം നോട്ട് ഷുവർ. സോ ഇത്രയൊക്കെ ഉള്ളൂ എൻ്റെ ഇന്നത്തെ ഒരു മോർണിംഗ് റുട്ടീൻ എന്ന് പറയുന്നത്, ഒരു ഹോളിഡേ മോർണിംഗ് വീഡിയോ എന്ന് പറയുന്നത്. സോ സീ യു, ഐ ഹോപ്പ് ഐ ക്യാൻ സീ യു വിത്ത്